നമസ്കാരം. ഒരു കാലത്ത് ആൾക്കൂട്ട കൊലപാതകങ്ങളെക്കുറിച്ച് നമ്മൾ മലയാളികൾ കേട്ടിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ നടക്കുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങളെക്കുറിച്ച് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ നിരന്തരമായി വാർത്തകൾ നൽകുമായിരുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുമെന്ന് നമുക്കൊന്നും അന്ന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. രാജ്യത്തെ ഏറ്റവും സാക്ഷരതയുള്ള സംസ്ഥാനം, രാജ്യത്തെ ഏറ്റവും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള സംസ്ഥാനമാണ് എന്ന് പറയപ്പെടുന്ന ഈ കേരളത്തിലാണ് ഇന്ന് പക്ഷേ ആൾക്കൂട്ട കൊലപാതകങ്ങൾ നിത്യസംഭവമായി മാറുന്നത്. കഴിഞ്ഞ ദിവസം പാലക്കാട്ട് കഞ്ചിക്കോട്ട് ഒരു ഛത്തീസ്ഗഡ് സ്വദേശിയായ പാവം മനുഷ്യന് 32 വയസ്സുകാരനെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് തല്ലിക്കൊന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് എക്കാലത്തും ഒരു അപമാനമായി തന്നെ നിൽക്കും. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത് നിരന്തരമായി സംഭവിക്കുന്ന ഒന്നാണ്. ഈ രാംനാരായൺ വയ്യാർ എന്ന ഛത്തീസ്ഗഡ് സ്വദേശി എന്തോ തൊഴിൽ തേടിയാണ് കഞ്ചിക്കോടുള്ള കിൻഫ്രയിലോ മറ്റോ എത്തിയത്. തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇയാൾ സംശയകരമായ സാഹചര്യത്തിൽ കാണപ്പെട്ടു എന്നും അതിനെ തുടർന്ന് ഇയാളെ പിടികൂടി ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോൾ ക്രൂരമായി മർദ്ദിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതാണ്ട് 15ഓളം പേര് ഈ കേസിൽ പ്രതികളാണ് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ കൈയേറ്റം ചെയ്യാൻ 15ഓളം പേരുണ്ടായിരുന്നു പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം. ഈ മനുഷ്യനോട് രക്തം ഛർദ്ദിച്ചു എന്നാണ് പറയുന്നത്. അത്രയും ഭീകരമായ രീതിയിൽ ഇവർ തല്ലുകയായിരുന്നു. ഇയാളുടെ ശരീരാസകലം മർദ്ദനമേറ്റ പാടിന് തലയ്ക്കുമൊക്കെ തന്നെ ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, 4 മണിക്കൂറോളം മർദ്ദനമേറ്റ് അവശനിലയിൽ കിടന്നതിന് ശേഷമാണ് ഇയാളെ പോലീസ് എത്തി ആശുപത്രിയിൽ എത്തിക്കുന്നത്. നമ്മൾ മലയാളികൾ ഇത്രത്തോളം ക്രൂരന്മാരായി എന്നാണ് മാറിയെന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. വർഷങ്ങൾക്ക് മുമ്പ് 2018 അട്ടപ്പാടിയിൽ മധു എന്ന പാവം വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഒരു കടയിൽ നിന്ന് കുറച്ച് അരിയോ സാധനങ്ങളോ എടുത്തതിനാണ് അന്ന് ആൾക്കൂട്ടം ആ പാവത്തിന് തല്ലിക്കൊന്നത്. മധുവിനെ ആൾക്കൂട്ടം വളഞ്ഞു ചേർത്ത് ചോദ്യം ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്യുമ്പോഴൊക്കെ തന്നെ അയാളെ കൈ കെട്ടിയിട്ടതിന് ശേഷമാണ് മർദ്ദിച്ചത്. ആ മനുഷ്യൻ്റെ മുഖത്തെ ഭാവം നമ്മൾ ഓരോ മലയാളികളെയും എക്കാലത്തും വേട്ടയാടും എന്നാണ് അന്ന് പലരും പറഞ്ഞത്. അയാൾ നിഷ്കളങ്കനായിരുന്നു, അയാൾ പാവം മനുഷ്യനായിരുന്നു. പക്ഷേ ചിലർ പറയുന്നത് ചിലർ മാനസികാസ്വാസ്ഥ്യങ്ങൾ അയാൾക്കുണ്ടായിരുന്നു എന്നാണ്. എന്താണെങ്കിലും ഇത് വളരെ ക്രൂരമായ നടപടിയായിരുന്നു അന്ന് ഉണ്ടായത്. എന്നാൽ പിന്നീടാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റു ചില വിവരങ്ങൾ പുറത്തു വരുന്നത്. 2019 അന്ന് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഉപാധ്യക്ഷനായിരുന്നു ഇന്ന് കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യൻ അന്നൊരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. രാജ്യത്ത് ഏറ്റവും അധികം ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കുന്ന സംസ്ഥാനം കേരളമാണെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. 2019 ഏതാണ്ട് 9ഓളം പേരാണ് ഇത്തരത്തിൽ ഈ ആൾക്കൂട്ട വിചാരണയിൽ മരിച്ചത് എന്നാണ് അദ്ദേഹം എന്ന കണക്ക് പുറത്തുവിട്ടത്. എറണാകുളം ജില്ലയിലെ ഒരു മരണവുമായി ബന്ധപ്പെട്ടാണ് അന്ന് കേരള പോലീസിനോട് വിശദീകരണം തേടിയ വേളയിൽ ജോർജ് കുര്യൻ ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി സദാചാര കൂട്ടക്കൊല മറ്റൊരു ഭാഗത്ത്. എവിടെയെങ്കിലും ഒരു യുവാവിനെ രാത്രികാലങ്ങളിൽ ഏതെങ്കിലും വീടിന് സമീപം സംശയകരമായ ഇതിൽ കാണപ്പെട്ടാൽ പിന്നെ ആൾക്കൂട്ടം വളഞ്ഞിട്ട് അയാളെ ക്രൂരമായി മർദ്ദിക്കുകയാണ്. അടുത്ത ഏതെങ്കിലും സ്ത്രീകളുടെ പേരുമായി ബന്ധപ്പെട്ടായിരിക്കാം, അത് ചോദ്യം ചെയ്തുകൊണ്ടായിരിക്കാം ഇയാളെ മർദ്ദിക്കുക. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായാൽ, അതല്ലെങ്കിൽ സംശയാസ്പദമായ രീതിയിൽ ഒരാളിനെ കാണപ്പെട്ടാലൊക്കെ തന്നെ ചെയ്യുന്ന ഒരു കാര്യം അവർ അടിയന്തരമായി പോലീസിനെ ഒരു അറിയിക്കുന്നതാണ്. അതല്ലാതെ നിയമം കയ്യിലെടുത്തുകൊണ്ട് ഒരു മനുഷ്യനെ മർദ്ദിച്ച് കൊല്ലുക, നമ്മൾ പറയും മോബോക്രസി നമ്മൾ പറയാറുണ്ട്. ആൾക്കൂട്ടത്തിന് എപ്പോഴും വല്ലാത്ത ധൈര്യമായിരിക്കും. കാരണം ഒരു വലിയ സമൂഹം ഉണ്ട്, ഈ മനുഷ്യൻ ഒരു ഒറ്റയ്ക്കാണ്. അങ്ങനെ ഇത്രയും പേർ ഒത്തുചേർന്ന ഒരു മനുഷ്യനെ ക്രൂരമായി തല്ലി കൊല്ലുക, അയാളെ മൃതപ്രായനാക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത, നമ്മൾ മലയാളികളൊക്കെ തന്നെ ഇത്രയും മനുഷ്യത്വമില്ലാത്തവരായി പോയോ എന്ന് നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിൽ ഈ ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഇങ്ങനെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ആഭ്യന്തര വകുപ്പ് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് സ്വാഭാവികമായും നമ്മൾ പറയേണ്ടത്. കേരളം സുന്ദര കേരളമാണ്, ഇന്ത്യക്ക് മാതൃകയാണ്, കേരളം നമ്പർ 1 ആണ്, എല്ലാത്തിലും നമ്മൾ കേരളമാണ് രാജ്യത്തിന് മാതൃക എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് നമ്മൾ മാതൃക അല്ല എന്ന് പറഞ്ഞിരുന്ന ചില ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളൊക്കെ ഇന്ന് എത്രയോ ഭേദമാണ്. അവർ വളരെ പുരോഗമിച്ചിരിക്കുന്നു. എന്നിട്ട് നമ്മൾ ഇപ്പോഴും ചെയ്യുന്നത് ഈ ആൾക്കൂട്ട വിചാരണ നടത്തി ആളുകളെ തല്ലിക്കൊല്ലുന്നതൊക്കെയാണ്. ഒരു കാലത്ത് ഇവിടെ ജോലി ചെയ്യാനൊക്കെ വന്നിരുന്ന മറ്റ് സംസ്ഥാന തൊഴിലാളി നമ്മൾ വിളിച്ചത് അന്യ സംസ്ഥാന തൊഴിലാളി, ഇതര സംസ്ഥാന തൊഴിലാളി എന്നൊക്കെയാണ്. എന്നാൽ പിന്നീടാണ് ഇവരെ നമ്മൾ അതിഥി തൊഴിലാളികൾ എന്നുള്ള നല്ല വാക്ക്, അതായത് നമ്മളെ സഹായിക്കാൻ നമ്മുടെ അതിഥികളാണവർ, അതിഥേവോ ഭവ എന്നാണ് നമ്മുടെ ഒരു സങ്കല്പം പോലും. അത്തരത്തിൽ നമുക്ക് ജോലി ചെയ്യാൻ, നമുക്കിവിടെ ആവശ്യത്തിന് ആളെ കിട്ടാനില്ലാത്തത് കൊണ്ട് ജോലി ചെയ്ത് സഹായിക്കാൻ വരികയും നമ്മൾ അവർക്ക് നൽകുന്ന സാമ്പത്തിക സഹായം അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തുകയെ മാറുകയൊക്കെ ചെയ്യുന്നൊരു സന്ദർഭത്തിൽ ഇത്തരത്തിൽ ഒരാളിനെ തല്ലിക്കൊല്ലുക എന്ന് പറയുന്നത് ഇത് കേരളത്തിലേക്കുള്ള നമ്മൾ അതിഥി തൊഴിലാളികളുടെയൊക്കെ തന്നെ വരവിനെ പോലും ബാധിക്കുമോ എന്ന് സ്വാഭാവികം നമ്മൾ സംശയിക്കേണ്ടി വരും. ഇവർ പറയുന്നത് സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണപ്പെട്ടു, മദ്യപിച്ചിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇയാളെ ചോദ്യം ചെയ്തു എന്നാണ്. ചോദ്യമല്ല, ഭേദ്യം ചെയ്തു തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ ആ മനുഷ്യന് മലയാളം അറിയില്ലായിരിക്കും, അയാൾ ഛത്തീസ്ഗഡ് സ്വദേശിയാണ്, അയാൾ ഒരു ആദ്യമായിട്ടായിരിക്കും കേരളത്തിലേക്ക് വന്നത്. ചിലപ്പോൾ അയാൾക്ക് സ്ഥലം മാറിപ്പോയതായിരിക്കാം. മദ്യപിച്ചു വന്നതിൽ പറയുന്നുണ്ട്, മദ്യപിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇനി മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അദ്ദേഹത്തിന് എവിടെയാണ് എന്താണെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി പറയാൻ ഭാഷ പോലും അറിയാത്ത ഒരു വ്യക്തിയെ ഇത്രയും പേർ ചേർന്ന് 10-15ഓളം പേർ ചേർന്ന് ഇത്രയും ക്രൂരമായി തല്ലി അയാളൊരു മരിക്കുക എന്ന് പറയുന്നത് നമുക്ക്
കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അപമാനകരമായ കാര്യമാണ്. ദേശീയ തലത്തിലൊക്കെ തന്നെ ഇതേറെ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമായി മാറിയിരിക്കുകയാണ്. ദേശീയ മാധ്യമങ്ങളുമൊക്കെ തന്നെ ഇത് സംബന്ധിച്ച വാർത്തകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒരു കാലത്ത് കേരളം നമ്പർ 1, കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും മഹത്തായ സംസ്ഥാനം എന്ന് അഭിമാനിച്ചിരുന്ന നമ്മളാണ് ഇത്തരം ക്രൂരകൃത്യങ്ങളെ ഇപ്പോൾ കൈയച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന കാര്യം മറക്കേണ്ടതില്ല. മാത്രവുമല്ല, മധുവിൻ്റെ കാര്യത്തിൽ തന്നെ സംഭവിച്ചു പോലെ ഒടുവിൽ കോടതിയിലെത്തുമ്പോഴൊക്കെ തന്നെ ഇത് കൃത്യമായ സാക്ഷികളെ കിട്ടുമോ, ഈ പ്രതികൾ രക്ഷപ്പെട്ടു പോകുമോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. കാരണം ഈ പാവപ്പെട്ട അതിഥി തൊഴിലാളിക്ക് വേണ്ടി സംസാരിക്കാൻ പ്രോസിക്യൂഷൻ മാത്രമേ ഉള്ളൂ. അയാളുടെ ബന്ധുക്കൾ ആരും ഇവിടെ കാണുകയില്ല. ഒരുപക്ഷെ അയാളുടെ വീട്ടുകാർ വളരെ പാവപ്പെട്ടവരായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു നിത്യവൃത്തിക്ക് വക തേടി അയാൾ കേരളത്തിലെത്തിയതായിരിക്കും ആ മനുഷ്യൻ. അങ്ങനെയുള്ള ഒരാളിനെയാണ് നമ്മൾ മലയാളികൾ, സാക്ഷര കേരളത്തിലെ മലയാളികൾ താൻ ആരാണെന്ന് ചോദിച്ചുകൊണ്ട് തല്ലിക്കൊന്നത് എന്ന് ഓർക്കുമ്പോൾ ലജ്ജിക്കുക, തല താഴ്ത്തണം നമ്മൾ എന്ന് തന്നെ പറയേണ്ടി വരും. അതിക്രൂരമായി മർദ്ദനമേറ്റ് ഈ മനുഷ്യൻ വീണ് കിടക്കുന്ന ചിത്രങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ്. നമുക്ക് ഒരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയുകയില്ല. ഒരു കുറ്റവും ചെയ്യാത്ത ഒരു മനുഷ്യനെ, കൃത്യമായി ഭാഷ അറിയാതെ എന്താണ് ചോദിച്ചതിന് ഉത്തരം പറയാൻ കഴിയാതെ നിന്ന ആ മനുഷ്യനെ ഇത്രയും ക്രൂരമായ രീതിയിൽ തല്ലിക്കൊല്ലുക എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇവർക്കെതിരെ ഈ മാരകകൃത്യം, ഈ ക്രൂരകൃത്യം ചെയ്തവർക്കെതിരെ കർശന നടപടി തന്നെയാണ് സ്വീകരിക്കേണ്ടത്. പക്ഷേ ഈ തല്ലിയവർക്കും ഈ അതിന് നേതൃത്വം നൽകിയവർക്കൊക്കെ തന്നെ രാഷ്ട്രീയ പിൻബലമുണ്ടോ, അവരൊക്കെ ആരാണെന്നുള്ള സംബന്ധിച്ച വാർത്തകൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്ത് അധികാരത്തിലാണ് അവർ ഈ മനുഷ്യനെ തല്ലിക്കൊന്നത് എന്നുള്ള കാര്യവും ഇനിയും വ്യക്തമല്ല. ഏതായാലും ഒരു അതിഥി തൊഴിലാളി കൂടി ചോര ഛർദ്ദിച്ച് മരിച്ചു എന്നുള്ള ആ ഒരു കുറ്റമുണ്ടല്ലോ, അത് നമ്മുടെ മലയാളികളുടെ ശിരസിനേറ്റ ഒരു അടിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും.